ഹായ്, എൻ്റെ ഗാർഡനിൽ കൂടുതലും റോസകളാണ് കേട്ടോ. എങ്കിലും ചെറിയ ചെറിയ കളക്ഷൻസ് ഓർക്കിഡ്സിൻ്റെ ഉണ്ട്. അപ്പോൾ എനിക്കറിയാവുന്ന ഓർക്കിഡ്സിൻ്റെ കുറച്ച് വിവരണങ്ങളാണ് ഞാൻ ഈ റീൽസിലൂടെ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഈ കുഞ്ഞു കുഞ്ഞു സ്പൈക്കുകൾ എപ്പോഴും വരുന്ന, നന്നായിട്ട് ഏത് സമയത്ത് ഒരു ഫ്ലവർ കഴിയുന്നതിന് മുമ്പ് നെക്സ്റ്റ് ഫ്ലവർ വരുന്ന വെറൈറ്റികളും ഫലനോപ്സിസിലുണ്ട് കേട്ടോ. ഈ കാണുന്ന വെറൈറ്റിയൊക്കെ അതുപോലെ തന്നെ 3-4 മീഡിയത്തിൽ ഞാൻ വെച്ച് വളർത്താനായിട്ട് ശ്രമിച്ചതിൽ എല്ലാം എനിക്ക് സക്സസ് ആയിട്ടാണ് തോന്നുന്നത്. എങ്കിലും ഫൈബർ, അതായത് ചകിരിത്തൊണ്ട്, വീട്ടിലെ ചകിരിത്തൊണ്ട് കറ കളഞ്ഞ് എടുത്ത ഫൈബറിലാണ് വളർത്തുന്നത് എങ്കിൽ മാത്രം മഴ കൊള്ളിക്കരുത്. ബാക്കി ചാർക്കോൾ ഉണ്ട്, അതുപോലെ തന്നെ ക്ലേ ബോൾസ് ഉണ്ട്. ക്ലേ ബോൾസും ചാർക്കോൾസിലൊക്കെ വളർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മഴയത്ത് വേണമെങ്കിൽ ഹാങ് ചെയ്ത് ഇടാനായിട്ട് സാധിക്കുന്നതാണ്. അതിൻ്റെ കൂമ്പിൽ വെള്ളം വീഴരുത് എന്നൊരു പ്രത്യേകത മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഇത് കണ്ടല്ലോ, ഈ വെറൈറ്റിയൊക്കെ എപ്പോഴും ഫ്ലവർ ഇടുന്നത് തന്നെയാണ്. നിങ്ങൾ ഈ കാണുന്ന വെറൈറ്റി ഡെൻഡ്രോബിയമാണ്. ഡെൻഡ്രോബിയം സീസർ വെറൈറ്റിയാണ്. ഈ സീസർ വെറൈറ്റി നല്ലൊരു ബ്ലൂമിങ് വെറൈറ്റി തന്നെയാണ്. ഈ കാണുന്ന 3 സ്പൈക്കുകളും ഇതിൽ ഇപ്രാവശ്യം വന്നതാണ്. ഇത് സെക്കൻഡ് ഇയർ ആയ ഫ്ലവറാണ്. ഇത് കണ്ടല്ലോ, ഇത് ലോങ് ആയിട്ട് ഫ്ലവർ തരുന്നതും അതുപോലെ തന്നെ നമുക്കൊരു 3 മാസം ഫ്രഷായിട്ട് നിൽക്കുന്നതുമായ ചെടി ആയതുകൊണ്ട് എല്ലാവർക്കും ഈ ഓർക്കിഡ്സിനെ ഇഷ്ടമാണ്. പക്ഷെ വളർത്തുന്നതിൽ സക്സസ് ആവാത്തത് കൊണ്ടാണ് ഒരുപാട് പേര് വാങ്ങാനും മടിക്കുന്നത്. ഇതൊന്നും അറിയാനില്ല. ഡെൻഡ്രോബിയം ആണെങ്കിൽ കുറച്ച് വെയിലൊക്കെ കൊള്ളുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഫെലനോപ്സിസ് വെറൈറ്റിയാണ്, രാവിലത്തെ വെയിൽ മാത്രമേ കൊള്ളിക്കാവുള്ളൂ. അതൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ ഓർക്കിഡ്സ് വളർത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ 18-18-18 വളരാനും 19-19-19 മെച്ചുവേർഡിനും ഹ്യൂമിക് ആസിഡ് നന്നായിട്ട് റൂട്ടാവാനും വളരെ നല്ലതാണ്. താങ്ക് യു.